ഇന്നലെ നക്ഷത്രപ്പിറന്നാളാണ്. ഈ ഒരു ദിവസം എൻ്റെ അപ്പായും അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ എൻ്റെ പിറന്നാൾ ദിവസം കഴിഞ്ഞു പോയത്, ആ ഒരു ദിവസത്തെ പോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും. മുമ്പ് അമ്മ ഉണ്ടായിരുന്ന സമയത്തും അമ്മ ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എൻ്റെ പിറന്നാൾ ദിവസം എനിക്ക് ഉണ്ടാക്കി തരാറുള്ളത്. ആ ഒരു ഓർമ്മയിൽ ഇന്ന് ദോശയും സാമ്പാറും കഴിച്ചു. ആ ഒരു ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, അമ്മമാർ വെച്ച് ഉണ്ടാക്കി തരുമ്പോൾ അതിന് അതിൻ്റേതായ രുചി ഉണ്ടാവും. അതൊന്ന് വേറെ തന്നെയാണ്. എങ്കിലും ആ ഒരു ഓർമ്മയിൽ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു. എൻ്റെ ബർത്ത്ഡേ വരുന്നത് ജൂലൈ 24 കേട്ടോ. അന്ന് കർക്കിടക വാവായിരുന്നതുകൊണ്ട് തന്നെ അത് ആ ഒരു തിരക്കിൽ അങ്ങോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രപ്പിറന്നാൾ ദിവസം ഞാനങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാശിക്കുട്ടിനെ അംഗൻവാടിയിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷമാണ് എൻ്റെ സെൽഫ് ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഈ ഒരു മിററും ഈ ഒരു ഡയറിയും ഞാൻ എനിക്ക് തന്നെ സമ്മാനിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു വർഷം എനിക്ക് എന്നെ തന്നെ ഒന്ന് ട്രാക്ക് ചെയ്യണമെന്ന് തോന്നി. എന്തൊക്കെയോ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ, ഇപ്പോൾ അതൊക്കെ കൈമോശം വന്നു എന്നൊരു തോന്നൽ. അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റേതായ ആക്ടിവിറ്റികളിലേക്കൊക്കെ ഞാൻ കടക്കുകയും ചെയ്തു. അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാൻ ഈ ഒരു ദിവസം തന്നെ ഞാനങ്ങ് സെലക്ട് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ചോറുണ്ണുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പഴയതുപോലെ ഒരു ലഡു കഴിച്ചു. പിറന്നാളല്ലേ, മധുരം കഴിക്കണമല്ലോ. മുമ്പും എനിക്ക് പായസമൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പ എനിക്ക് ലഡുവോ ജിലേബിയോ ആണ് വാങ്ങിത്തരാറുള്ളത്. ഇത്തവണ ലഡുവാണ് കിട്ടിയത്, അതുകൊണ്ട് അതങ്ങോട്ട് വാങ്ങി.